എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് രാജസ്ഥാൻ പൊറോട്ട ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടി, ഉപ്പ്, എണ്ണ, ചെറിയ ചൂട് വെള്ളം. നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം, 2 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ചെറിയതായി ചൂടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാം. ചെറിയ ചൂട് വെള്ളത്തിൽ നമ്മൾ പൊടി കുഴച്ചാൽ നമുക്ക് നല്ല മയത്തിൽ പൊടി കുഴച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ മാവ് നന്നായി കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ മാവ് നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം. പിന്നെ നമുക്ക് ഈ മാവ് നമുക്ക് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി മാറ്റി എടുത്ത മാവ് നമുക്ക് ഈ പൊടിക്കകത്ത് നോക്കിയിട്ട് ഈ പ്ലേറ്റിൽ വെച്ച് നമുക്ക് നന്നായി പരത്തിയെടുക്കണം. നമ്മുടെ മാവ് ഞാൻ ഇതിൽ പരത്തിയെടുത്തു. നമുക്ക് ഇതിൻ്റെ നടുക്കേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ തേച്ച് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് രണ്ടായിട്ട് ഇങ്ങനെ മടക്കാം. മടക്കി കഴിയുമ്പോൾ ഈ വശത്ത് നമുക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാം. നമ്മോടെ നമുക്ക് മടക്കി വെക്കാം. പിന്നെ മടക്കി എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്ലേറ്റിൽ ഇരിച്ചിരി കൊടുത്തിട്ട് ഇതിലൂടെ പൂർണ്ണമായിട്ട് രീതിയിൽ തന്നെ പരത്തിയെടുക്കാം. ഇനി നമുക്ക് ദോശക്കല്ല് അടുപ്പ് കത്തിച്ച് ദോശക്കല്ല് വെച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഇങ്ങനെ കടയിൽ കൊടുക്കാം. നമ്മുടെ ചട്ടി ദോശക്കല്ല് ചൂടായി. നമുക്ക് ഇതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഒരു വശം റെഡിയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വശം ഇങ്ങനെ തിരിച്ച് മറിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ രാജസ്ഥാൻ പൊറോട്ട റെഡിയായി. ഇതിന് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കാം. ഇങ്ങനെയെല്ലാം നമുക്ക് ചുട്ടെടുക്കാം. അങ്ങനെ നമ്മുടെ രാജസ്ഥാൻ പൊറോട്ട റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ബൈ ബൈ.